ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി വാൾ ഡെക്കോർ ആണ് കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനലിൽ 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ വാൾ ഡെക്കോർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പീസ് കാർഡ്ബോർഡ് വേണം. അതിലേക്ക് നമ്മൾ ഏത് സൈസിലാണോ ഈ വാൾ ഡെക്കോർ ചെയ്യുന്നത് ആ ഒരു സൈസിൽ പേപ്പറോ എന്താണെന്ന് വെച്ചാൽ ആ ഒരു സൈസ് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ ഇവിടെ A4 സൈസിലെ ഒരു പേപ്പർ എടുത്തിരിക്കുന്നത്. ഞാൻ ആ ഒരു സൈസിലാണ് വാൾ ഡെക്കോർ ചെയ്യുന്നത്. അപ്പോൾ A4 സൈസിലൊരു പേപ്പർ എടുത്തിട്ട് ആ ഒരു സൈസ് ഞാൻ കാർഡ്ബോർഡിലേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും 1 സെൻറ്റിമീറ്റർ വീതം മാർക്ക് ചെയ്തിട്ട് അത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ, ഒരു ഫ്രെയിം രീതിയിൽ. അപ്പോൾ മൊത്തത്തിൽ 2 സെൻറ്റിമീറ്റർ ആ ഒരു രീതിയിൽ നമുക്ക് 3 ഫ്രെയിം വേണം. അപ്പോൾ അതേ 2 സെൻറ്റിമീറ്ററുള്ള 3 ഫ്രെയിം വീതം ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളതിൽ ഒറ്റ കാർഡ്ബോർഡ് പീസായിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. 2 സെൻറ്റിമീറ്ററിൻ്റെ തന്നെ 4 പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് മാസ്കിംഗ് ടേപ്പ് വെച്ച് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാട്ടോ, എഡ്ജസ് എല്ലാം കൂടി. എന്നിട്ട് നമുക്കതൊരു ഫ്രെയിം രീതിയിലാക്കാം. ഇനിതേ ഈ 3 ഫ്രെയിമും കൂടി ഒന്നിച്ച് വെച്ചതിന് ശേഷം നമുക്കിത് മൊത്തത്തിൽ മാസ്കിംഗ് ടേപ്പ് വെച്ചൊന്ന് റോൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, കുറച്ചുകൂടി സ്ട്രെങ്തും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് ഒന്നിച്ച് വെച്ചതിന് ശേഷം ഫുള്ളായിട്ട് മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ നമ്മൾ ഫുള്ള് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബ്ലാക്ക് ചാർട്ട് പേപ്പർ വേണം. ഞാൻ ഇപ്പോൾ ഫ്രെയിം ബ്ലാക്ക് കളറിൽ ചെയ്യുന്നതുകൊണ്ടാണ് ബ്ലാക്ക് എടുത്തത്. നിങ്ങൾ ഫ്രെയിം ഏത് കളറിൽ ചെയ്യുന്നോ ആ ഒരു ഫ്രെയിം കളറിൽ ചാർട്ട് പേപ്പർ എടുക്കുക. ഞാൻ ഇപ്പോൾ ബ്ലാക്ക് കളറിൽ ചാർട്ട് പേപ്പർ എടുത്തിട്ട് നമ്മൾ അത് ഒരു 1.5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 2 സെൻറ്റിമീറ്ററൊക്കെ നമ്മുടെ ഫ്രെയിമിനേക്കാളും കുറച്ചുകൂടി വീതിയിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ഫ്രെയിം അതിൻ്റെ നടുക്ക് വരുന്ന പോർഷനിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലുള്ള പോർഷൻ നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ആ കോർണർ പോർഷനൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കറക്റ്റ് ആ കോർണറിലേക്ക് തന്നെ വരുന്ന രീതിയിൽ അവിടം വരെ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ 4 ട്രയാങ്കിൾ പീസുകൾ കിട്ടും. അതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ബാക്കി നമുക്ക് കളയാം. എന്നിട്ട് അകത്തെ ആ പോർഷനും പുറത്തെ പോർഷനും രണ്ടും കൂടി നമുക്ക് ഫെവിക്കോളിൽ വെച്ചിട്ട് ആ ഫ്രെയിമിലേക്ക് തന്നെ മടക്കി ഒട്ടിച്ച് വയ്ക്കാം കേട്ടോ. ഫെവിക്കോൾ നല്ലതുപോലെ ഒട്ടും. പിന്നെ വേണമെങ്കിൽ നമുക്കൊന്നുകൂടി സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഞാൻ സ്റ്റേപ്ലർ വെച്ചിട്ടും കൂടി ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു അടിപൊളി ഫ്രെയിം കിട്ടും. അപ്പോൾ നമ്മുടെ ഫ്രെയിം ഏകദേശം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഫോട്ടോസ് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് OHP ഷീറ്റോ അതുപോലത്തെ എന്തെങ്കിലും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പേപ്പർ ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ ബാക്കിൽ ഒരു കാർഡ്ബോർഡൊക്കെ ഒട്ടിച്ച് അടിപൊളിയാക്കി എടുക്കാം. അതിൻ്റെ വീഡിയോ ഉടനെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് കുറേ പേര് എനിക്കിൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചിരുന്നു നമ്മൾ ഈ A4 സൈസിൽ വരയ്ക്കുന്ന പിക്ചേഴ്സൊക്കെ എങ്ങനെയാണ് ഫ്രെയിം ചെയ്യുന്നതെന്ന്. അത് ഞാൻ ഉടനെ ഇടാം കേട്ടോ അതിൻ്റെ വീഡിയോ. അപ്പോൾ ഇവിടെ നമ്മുടെ ഫ്രെയിം ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ സ്റ്റേപ്ലറും കൂടി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഊളൻ ത്രെഡാണ്.
ത്രെഡാണ്. ഊളൻ ത്രെഡ് തന്നെ വേണം എന്നില്ല, നല്ല കളർഫുള്ളായിട്ട് കുറേ കളേഴ്സൊക്കെ ഉള്ള ഏതെങ്കിലും ഒരു ത്രെഡ് മതി. പിന്നെ ഒരു വള വേണം. വളയ്ക്ക് പകരം വേണമെങ്കിൽ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കുകയോ എന്തെങ്കിലും ഒരു റൗണ്ട് സാധനം എടുക്കാം. ഞാൻ ഇവിടെ നമ്മുടെ കുഞ്ഞു പിള്ളേരുടെയൊക്കെ കരിവള ഉണ്ടല്ലോ, കുറച്ച് വീതിക്കുള്ളത്, അതാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഈ ഊളൻ ത്രെഡ് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. അകത്തൂടി കയറ്റിയിട്ട് ഒന്ന് ചുറ്റിക്കെട്ടി ഇടില്ലേ, അതുപോലെ ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന നൂല് നമ്മൾ മടക്കി എടുക്കുമ്പോൾ 30 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ 25-30 സെൻറ്റിമീറ്റർ ആ ഒരു അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മടക്കിയതിന് ശേഷമാണ് കേട്ടോ, അത് രണ്ടായിട്ട് മടക്കിയതിന് ശേഷമുള്ള അളവാണ് ഞാൻ പറഞ്ഞേ. അത് ഇതുപോലെ ഈ വള നിറച്ച് ഇതുപോലെ പല കളേഴ്സ് റാൻഡമായിട്ട് ഞാൻ ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിപ്പോൾ ഒരുപാട് മെസ്സേജസ് കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ നിറച്ചും അവരുടെ പേര് വീഡിയോയിൽ പറയണം എന്ന് പറഞ്ഞിട്ട് പേരാണ് കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറേ എനിക്ക് പറയാൻ പറ്റുന്ന അത്രയും ഞാൻ പറയുന്നുണ്ട്. പക്ഷേ ക്രാഫ്റ്റ് വീഡിയോസിലൊക്കെ അങ്ങനെ പേര് പറയുന്ന ടൈമിൽ ചെയ്യുന്ന ആ ഒരു ക്രാഫ്റ്റിനെ പറ്റിയിട്ട് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ടൈം കിട്ടത്തില്ല. ആകെ 1 മിനിറ്റ് ആണല്ലോ ഷോർട്ട് വീഡിയോസ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ പേരും കൂടി പറയുമ്പോഴത്തേക്കും കണ്ടൻറ്റിനെ പറ്റിയിട്ട് പറയാനുള്ള ടൈം കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ ഡ്രോയിങ് വീഡിയോസൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ടല്ലോ. അങ്ങനെ ഡ്രോയിങ് വീഡിയോസൊക്കെ ഇടുന്നതിൽ അധികം നമുക്ക് സംസാരിക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള വീഡിയോസിലെല്ലാം ഞാൻ ഒരുപാട് പേരുകൾ പറയാൻ നോക്കാം കേട്ടോ. അപ്പോൾ കുറേ പേര് ഇപ്പോൾ കമൻറ്റ്സ് ചെയ്യുന്നത് അവരുടെ പേരുകളാണ്. അപ്പോൾ ഞാൻ പരമാവധി എല്ലാവരുടെയും പേര് ഓരോ വീഡിയോസിലായിട്ട് ഡ്രോയിങ് വീഡിയോസിലായിട്ടൊക്കെ പറയാൻ നോക്കാം. അല്ലാതെ ക്രാഫ്റ്റ് വീഡിയോസിൽ ഞാൻ ഉൾപ്പെടുത്താൻ നോക്കാൻ പറ്റുന്ന അത്രയും പേര് പറയാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോയുടെ ഷോർട്ട് വീഡിയോസിൽ ഞാൻ പേര് പറഞ്ഞിട്ടില്ല. അത് അത്രയും കണ്ടൻറ്റ് പറഞ്ഞു തീർക്കണം എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ, സോറി. അപ്പോൾ അതേ നമ്മൾ ആ വളയുടെ ചുറ്റും ഇതുപോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട്. ഇനി നമുക്ക് നമ്മുടെ ഉണ്ടാക്കി വെച്ച ഒരു ഫ്രെയിം ഉണ്ടല്ലോ, ഫ്രെയിമിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി പണി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെ ഏതാ എവിടെ ഒട്ടിക്കേണ്ടതെന്നൊക്കെ. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം ഓരോ നൂലും ഞാൻ ഇതുപോലെ ഫ്രെയിമിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണേ. ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത്. ഒട്ടിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആ വളയുടെ താഴെയായിട്ട് ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ആ വള അവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളത് വലിക്കുന്ന സമയത്ത് ആ വള ചിലപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങ് പോരും. അപ്പോൾ ഒട്ടിക്കുന്ന ടൈമിൽ നമ്മൾ ആ ഓരോ ത്രെഡും നല്ലതുപോലെ വലിച്ച് സ്ട്രെച്ച് ചെയ്തിട്ട് ഒട്ടിക്കണം കേട്ടോ. അല്ലെങ്കിൽ ലാസ്റ്റ് ആകുമ്പോൾ ചിലപ്പോൾ ചിലതൊക്കെ ലൂസായിട്ടിരിക്കും. അപ്പോൾ നല്ലതുപോലെ വലിച്ച് ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ ഫുള്ളും ഏകദേശം ഒരേ ഡിസ്റ്റൻസിൽ തന്നെ ഞാൻ ഇതുപോലെ വലിച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്രെയിം ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതേ നമ്മളെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ത്രെഡ് എല്ലാം കൂടി നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി വാൾ ഡെക്കോർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അടിപൊളിയാണ് കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് വോളിലൊക്കെ ഒട്ടിച്ചേക്കാം, അല്ലെങ്കിൽ ഹാങ് ചെയ്യാനുള്ളൊരു ത്രെഡും കൂടി ഒട്ടിച്ചെടുത്താൽ മതി. നമുക്ക് ഇങ്ങനെ തന്നെ ഹാങ് ചെയ്യാം. ഇതും അടിപൊളിയാണ്. നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇതിൻ്റെ ബാക്കിലൊന്നുമില്ല. നമ്മുടെ ഭിത്തി ഏത് കളർ, നമ്മളെ വോൾ ഏത് കളറാണോ ആ കളറിൽ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കിട്ടും. സൂപ്പറാണ്. ഞാൻ പക്ഷേ ഇതിൻ്റെ താഴെയായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഒരു ബ്ലാക്ക് കളറ് ചാർട്ട് പേപ്പറാണ് ഞാൻ വെച്ചിരിക്കുന്നത്. സാധാരണ പേപ്പർ ആയാലും മതി. ചാർട്ട് പേപ്പർ ഞാൻ ഇതുപോലെ വെച്ചിട്ട് ബാക്ക് സൈഡിൽ ഞാൻ സ്റ്റേപ്ലർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് മറ്റേതിനേക്കാളും കുറച്ചുകൂടി ഭംഗി ഇതിന് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്നൊക്കെ പറയണം കേട്ടോ. കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പേരുകൾ മാത്രമേ ഉള്ളൂ. വീഡിയോസിനെ പറ്റിയിട്ട് അഭിപ്രായങ്ങളൊന്നും ആരും പറയുന്നില്ല, നല്ലതാണോ എന്നൊന്നും ആരും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ദേ നമ്മുടെ രണ്ടാമത്തെ വാൾ ഡെക്കോർ റെഡി ആയിട്ടുണ്ട്. ഒന്ന് തന്നെയാണ്, പക്ഷേ 2 ലുക്കിലാക്കി എടുത്തുവെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും കേട്ടോ. ബൈ.